ജൂബിലിറ്റി സ്ഥാപനങ്ങളുടെ MD അഡ്വക്കേറ്റ് ജസ്റ്റി മാത്യൂസ്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ സിബി, ജൂബിലി സ്റ്റാഫ് അംഗങ്ങളെ, ഇവിടെ എത്തിയിരിക്കുന്ന ഓവർസീസ് എഡ്യൂക്കേഷൻ ആസ്പയറൻസ്. ഞാൻ ഓവർസീസ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ കഴിഞ്ഞ 12 വർഷത്തിലധികമായി. ഞാൻ ഇന്ന് നിങ്ങളോട് ഈ ഇനോഗ്രൽ അഡ്രസ്സിൽ പറയാൻ ഉദ്ദേശിക്കുക എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ കണ്ടിട്ടുള്ള നമ്മുടെ ആളുകൾ, നമ്മുടെ കുട്ടികൾ, രാജ്യങ്ങൾ, ഇത് ഈ 3 കാര്യത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിന്റെ തലത്തിൽ പങ്കുവയ്ക്കാന്ന് വിചാരിച്ച. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ആളുകളുടെ തലത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ആളുകളെ കുറിച്ച് എനിക്ക് ചിന്തിക്കുമ്പോൾ ആദ്യം വന്നത് ഒരു ദൈവത്തെ കാണാൻ പോയ 2-3 കാര്യം ആളെ കുറിച്ചുള്ളതാണ്. ഒരു അമേരിക്കക്കാരനും റഷ്യക്കാരനും ഒരു ഇന്ത്യക്കാരനും ദൈവത്തെ കാണാൻ ചെന്നു എന്ന് പറയുക. അമേരിക്കക്കാരൻ ഈ ഇടയിൽ ചെന്ന് ദൈവത്തിന്റെ അടുത്ത് ചെന്നു. അപ്പൊ ദൈവം ചോദിച്ചു, എന്താ പോന്നീന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നതിപ്പോ ലോകം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് IS ഭീകരരുടേത്, അതുകൊണ്ട് അതിനെ ഒന്ന് ടാക്കിൾ ചെയ്യാനുള്ള ഒരു അഡ്വൈസ് ദൈവത്തിൽ നിന്ന് കിട്ടണം, അതിനുവേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ദൈവം കുറച്ച് ഉപദേശം കൊടുത്ത ആളെ വിട്ടു. ഇത് കഴിഞ്ഞ് റഷ്യക്കാരൻ ചെന്നു. റഷ്യക്കാരൻ ചെന്നപ്പോ ദൈവം ചോദിച്ചു, അതേ ചോദ്യം തന്നെ ചോദിച്ചു, എന്താ പോന്നേന്ന് ചോദിച്ചു. അപ്പൊ റഷ്യക്കാരൻ പറഞ്ഞു, ഞങ്ങളിപ്പോ വലിയൊരു പ്രശ്നത്തില്ല, കാരണം യുക്രൈൻ എന്ന് പറയുന്ന കൺട്രിയുമായിട്ട് ഞങ്ങൾക്ക് ചില പ്രശ്നമുണ്ട്. അതുപോലെ ഞങ്ങൾ കുറെ എംബാഗോസ് ഉള്ള കുറെ ബുദ്ധിമുട്ട്, ഇക്കണോമിക് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്ന് തരണം ചെയ്ത് ഞങ്ങൾക്ക് പോകണം, അതിന് ദൈവത്തിന്റെ ഒരു അഡ്വൈസ് കിട്ടാനാണ് വന്നതെന്ന് പറഞ്ഞു. ദൈവം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു വിട്ടു. ഇത് കഴിഞ്ഞ് ചെന്ന് നമ്മുടെ ഇന്ത്യക്കാരന്, അതും ഒരു മലയാളിയാണ്. അപ്പൊ ദൈവം ചെന്ന് കഴിഞ്ഞപ്പോ ദൈവം ചോദിച്ചു, എന്താ പോന്നേന്ന് ചോദിച്ചു. അപ്പൊ സ്വതസിദ്ധമായ ശരീരം പറഞ്ഞേ വെറുതെ പോന്നു. വെറുതെ നമുക്ക് ഞാൻ ഈ ഫീൽഡിൽ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോ എന്താ പോന്നേന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് കേൾക്കാന്ന് വിചാരിച്ചു വന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോ വല്ല നടന്നു പോകണ ഒരു ചേട്ടനോട് ചോദിക്കണം, ചേട്ടൻ എങ്ങടെ പോണേ? ഇവിടം വരെ, വെറുതെ പറഞ്ഞത് ഇവിടം വരെ, വെറുതെ നീ വീട്ടിലിരുന്ന പോരെ. നമ്മുടെ ശൈലി അതാണ്, നമ്മൾക്കെല്ലാം വെറുതെ എന്നുള്ളതാണ്. ഓവർസീസ് എഡ്യൂക്കേഷനിൽ ഞാൻ കണ്ടിരിക്കുക സ്വപ്നമുള്ളവർക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ഫീൽഡാണ്. സ്വപ്നങ്ങൾ ഇല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് വരരുത്. ഈ ഫീൽഡിൽ എന്ന് വെച്ചാൽ നമ്മളൊന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം ഒരു സ്വപ്നം കാണണം. സ്വപ്നം കാണാത്തവൻ ഈ ഫീൽഡിൽ വന്നിട്ട് കാര്യമില്ല. എനിക്ക് അവൻ എല്ലായിടത്തും പോകും, കാരണം ഇതൊരു ഒരു 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 മാച്ച് മേക്കിംഗ് ആണ്. ഈ വിവാഹം കഴിഞ്ഞവർക്ക് അറിയാം, വിവാഹം കഴിക്കാൻ പോണവർ കുറച്ച് അറിയുകയും ചെയ്യും. ഇതൊരു കല്യാണാലോചന പോലെയാണ്. ചിലരുണ്ട് കല്യാണാലോചനയ്ക്ക് നടന്ന് ചെരുപ്പ് തേയ്മാനം വന്ന് ഷേവ് ചെയ്യാവുന്ന പ്രായത്തിലായിട്ടുണ്ടാവും ആ ചെരുപ്പ്, ആ പ്രകാരം കട്ടി കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവരുടെ കല്യാണം ജന്മത്തിൽ നടക്കാറുമില്ല. കാരണം ഇവര് കയറി ഇറങ്ങും. ഒരു 10 പെൺ, അവര് എന്താണ് കാപ്പി കുടിച്ച് എത്രയെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തുണ്ടാവില്ല, എത്ര പെണ്ണുങ്ങളെ കണ്ടു എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തുണ്ടാവില്ല. അവസാനം ഇവർ ഓരോ പ്രാവശ്യം കണ്ടു, അനുഭവത്തിലുള്ളവർക്ക് അറിയാം, ഓരോ പ്രാവശ്യം കണ്ടു കഴിഞ്ഞിട്ട് ഒരു 5-8-10 എണ്ണം കഴിയുമ്പോൾ പറയും, അല്ല ഇപ്പൊ കാണാനൊക്കെ നല്ലത് മുമ്പ് കണ്ടതായിരുന്നു, പക്ഷെ ഇനിയിപ്പോ എങ്ങനെ അങ്ങോട്ട് പോകും. ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടിട്ടുള്ളത്, അതായത് നമ്മള് വന്നിട്ട് നമുക്ക് ചിലരുണ്ട് ഈ മാച്ച് മേക്കിംഗ് കൃത്യമായിട്ട് നടത്തണമെങ്കിൽ ചില സ്വപ്നം വേണം, ഇതേക്കുറിച്ചുള്ള ചില സ്വപ്നം വേണം. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടക്കും, തേയ്മാനം വരും, മാച്ചിങ് കൊണ്ട് നടക്കുകയില്ല. അപ്പൊ എവിടെയെങ്കിലും പ്രയോറിറ്റീസ് വേണം. ഒരു ഓവർസീസ് എഡ്യൂക്കേഷന് പോകുമ്പോ എനിക്ക് എന്താ പ്രയോറിറ്റി, ആ പ്രയോറിറ്റി ഇറങ്ങിയിട്ടാണ് നമ്മൾ ഓവർസീസ് എഡ്യൂക്കേഷൻ പോകേണ്ടത്. പ്രയോറിറ്റീസ് ഇല്ലെങ്കിൽ പ്രയോറിറ്റി ഐഡന്റിഫൈ ചെയ്യണം, and then work out, and then it's a personal decision. ഒരു സ്വപ്നത്തിന്റെ പിന്നാലെ പോകുന്നവനാണ്, സ്വപ്നത്തിന്റെ പിന്നാലെ പോകുന്നവനൊന്നും ഒരു എന്താണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അപ്പൊ എല്ലാം പിന്നെ അവൻ കണ്ടെത്തിക്കോളും. അതിന്റെ ഓരോരോ തലത്തില് ഒന്നും ക്ലിയർ ആയിട്ടല്ലല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് കുറെ കാര്യങ്ങൾ ക്ലിയർ ആണ്, ചിലത് ആ സ്റ്റേജിൽ എത്തുമ്പോൾ ക്ലിയർ ആകും. അങ്ങനെയായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അങ്ങനെ നമുക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും. ജസ്റ്റ് ഞാൻ വർഷങ്ങളായിട്ട് അറിയുന്നതാണ്, ഈ ഫീൽഡിലും എനിക്കറിയുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഞാനും ചില കാര്യങ്ങളിലെങ്കിലും ഈ സ്ഥാപനത്തിന്റെ ചില കാര്യങ്ങളിൽ ഞാൻ അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് നല്ലൊരു ഓർഗനൈസേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഐ വിഷ് ദാറ്റ് യു ഗെറ്റ് ഓൾ ദ റെസ്റ്റ് ഓഫ് ദ ഫെസിലിറ്റീസ് ഫ്രം ദി ഓർഗനൈസേഷൻ. എന്നിട്ട് നിങ്ങൾ നല്ല ഏതൊക്കെ ഡെസ്റ്റിനേഷൻ, അപ്പോൾ കാനഡയ്ക്കാണെങ്കിലോ ജർമ്മനിക്കാണെങ്കിലോ ന്യൂസിലൻഡ് ആണെങ്കിലോ ഓസ്ട്രേലിയ ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏത് ഡെസ്റ്റിനേഷൻ ആണെങ്കിലും നിങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷന് നിങ്ങൾക്ക് റൈറ്റ് രീതിയിൽ നിങ്ങൾക്ക് അതിനുള്ള സർവീസ് ഇവിടുന്ന് കിട്ടും. അത് കിട്ടി നന്നായിട്ട് നല്ല നിലയിലെത്തട്ടെ. ഇറ്റ്സ് ബേസിക്കലി ഒരു ഫീൽഡിലുള്ള അവർ വഴി പോയ ആള് ഒരു നിലയിലെത്തി എന്ന് പറയുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അത്
ഉണ്ടാകാനായിട്ട് ഒരു ഏജൻസിക്കാണെങ്കിൽ അത് സാധിക്കും. നിങ്ങളൊക്കെ നല്ല നിലയിലേക്ക് പോയിട്ട് രക്ഷപ്പെട്ടു, ഒരു കുടുംബം രക്ഷപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ സ്ഥാപനത്തിനും അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ നിങ്ങൾ പോയി നിങ്ങൾ രക്ഷപ്പെട്ടു വരുമ്പോഴാണ് ആ സ്ഥാപനത്തിനും ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ല ഫാമിലി റിലേഷൻഷിപ്പിൽ ഈ സ്ഥാപനത്തിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് ഔദ്യോഗികമായിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോറൽ ബൂസ്റ്റപ്പ് കിട്ടിയില്ലേ? കിട്ടിയോ? ആർക്ക് റെസ്പോൺസ് പോരാ? ന്യൂസിലാൻഡിലോട്ട് പോകാനുള്ളതല്ലേ, കാനഡയിലോട്ട് പോകാനുള്ളവരല്ലേ? കണ്ട നമ്മൾ കേരളൈറ്റ്സിന്റെ പ്രോബ്ലം. എല്ലാവരും ആ ഡിസിഷൻ ഒക്കെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കിയോ? യെസ് എന്നെങ്കിലും ഒച്ചത്തിൽ പറ. യെസ്, വെരി ഗുഡ്. ഓക്കെ, ഇതിൽ ഡിസിഷൻ എടുക്കാത്ത കുറച്ച് പേര് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന്. അച്ഛൻ പറഞ്ഞതുപോലെ ഡിസിഷൻ എടുക്കാതെ ഈ ഇന്ത്യക്കും അടുത്ത ഇന്ത്യക്കും അതിന്റെ അടുത്ത ഇന്ത്യക്കും കടന്നു പോകും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ വരെ പിന്മാറിയില്ലേ? അടുത്ത ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് അടുത്ത ഏർലിയസ്റ്റ് ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ, വിസ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാനും തീരുമാനിച്ചില്ലേ? തീരുമാനിച്ചോ? യെസ്, വെരി ഗുഡ്. മുമ്പേ സംസാരിച്ചിരുന്നു കുറച്ചു പേര് ഇപ്പോഴും ഡിസിഷൻ എടുത്തിട്ടില്ല. ഇപ്പൊ അവർക്ക് ഡിസിഷൻ എടുത്തോ? ഞാൻ നോക്കുന്നുണ്ട് കറക്റ്റ്, എനിക്കറിയാം ആരൊക്കെയാണ്. പറ. യെസ്, ഒച്ചത്തിൽ കേട്ടാ മതി. യെസ്, ഒച്ചത്തിൽ പറയൂ. യെസ്, ഓക്കെ, ഡിസിഷൻ എടുത്തു. വെരി ഗുഡ്. ഈ ഇന്ത്യക്ക് ഞാൻ മുമ്പേ പറഞ്ഞു ഓക്കെ, വെരി ഗുഡ്. ബെറ്റർ ഫ്യൂച്ചർ, വെരി ഗുഡ്. ഓക്കെ, ബെറ്റർ ഫ്യൂച്ചർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്തൊക്കെ അതിന്റെ അകത്തിൽ വരുന്ന ഘടകങ്ങൾ? ബെറ്റർ ലൈഫ്, ക്വാളിറ്റി ലൈഫ്. പിന്നെ വേറെ ക്വാളിറ്റി ലൈഫ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്? പുതിയ ലോകത്തെ കുറിച്ച് അറിയാൻ പറ്റും. യെസ്, ഇതുവരെ നമുക്ക് കേരളം എന്നുള്ള ഒരു ഇട്ടാവട്ടം മാത്രമേ അറിയുള്ളായിരുന്നു. പുതിയൊരു കൺട്രി അല്ലെ, പുതിയൊരു ലൈഫ്, ക്വാളിറ്റി ലൈഫ്. പിന്നെ ഇതിനകത്തൊക്കെ വരുന്ന വേറൊരു കാര്യം സാലറി. വെരി ഗുഡ്. ഇവിടെ ഇരുന്ന് പറഞ്ഞു നഴ്സാൻ തോന്നുന്നു, ആണോ? യെസ്, വെരി ഗുഡ്. സാലറി. നമ്മളെല്ലാവരും ഓവർസീസ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ അല്ലാണ്ട് സാലറി ഒന്നും വേണ്ട, എനിക്ക് അവിടെ പോയി സെറ്റിൽ ആയ ക്വാളിറ്റി ലൈഫ് എൻജോയ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഏതെങ്കിലും ഒരു കേരളമായിട്ട് ഉണ്ടാവുമോ? ഇല്ല. നിങ്ങൾ എല്ലാവരും നോക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ പോരാ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർസീസ് എഡ്യൂക്കേഷന് പോകുന്നത്. അപ്പൊ ഈ ഓവർസീസ് എഡ്യൂക്കേഷന് പോകണം എന്നുണ്ടെങ്കിൽ മീൻസ് തുടങ്ങാൻ കേട്ടിട്ടുണ്ടാവുമല്ലോ കഥയൊക്കെ. ആദ്യം കൺട്രി ഡിസൈഡ് ചെയ്യണം. നിങ്ങൾ കൺട്രി ഡിസൈഡ് ചെയ്യാത്ത എത്ര പേരുണ്ട്? ഒന്ന് കൈവെക്കാമോ? ന്യൂസിലാൻഡ് വേണോ കാനഡ വേണോ എന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. എല്ലാവരും ഡിസൈഡ് ചെയ്തവരാണ്. ന്യൂസിലാൻഡ് ഒന്ന് കൈവെക്കോ? ന്യൂസിലാൻഡ് മതി എന്ന് തീരുമാനിച്ചത്. വിസ കിട്ടിയവരൊക്കെ അല്ലാതെ ഡിസിഷൻ എടുക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ന്യൂസിലാൻഡ് മതി എന്ന് തീരുമാനിച്ചു. കാനഡ മതി എന്ന് തീരുമാനിച്ചിരിക്കുന്ന എത്ര പേരുണ്ട്? ഓക്കെ, വെരി ഗുഡ്. ഈ കാനഡ മതി എന്ന് തീരുമാനിച്ചവര് ഏത് കോഴ്സാണ് അല്ലെങ്കിൽ ഏത് കോളേജാണ് ഇതൊക്കെ ഡിസൈഡ് ചെയ്തതാണോ? യെസ്, വെരി ഗുഡ്. നിങ്ങൾ അതേല്ലോ അല്ലെ? ഇതുവരെ ഒരു കൺട്രിയും ഡിസൈഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? കുറെ പുതിയ കുട്ടികൾ വന്നതുകൊണ്ടാണ് അവരൊക്കെ കഴിയുമ്പോൾ ഒരു കൺട്രി ഡിസൈഡ് ചെയ്തിട്ടില്ല. കാനഡ വേണോ ന്യൂസിലാൻഡ് വേണോ മീൻസ് ആ ഒരു സെഷനിലേക്ക് കടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാനഡ വേണോ ന്യൂസിലാൻഡ് വേണോ തീരുമാനിച്ചിട്ടില്ല ഒരാള്. ഇതിലൊരു തീരുമാനം എടുത്തിട്ടില്ല. എന്നാലും സാറേ സർട്ടിഫിക്കറ്റ് ഒണ്ടിക്കൊണ്ട് പോയി എനിക്ക് IELTS വേവ് ഓഫ് കിട്ടും എന്നൊരു ചിന്താഗതികൾ എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് വേണമെന്ന് പറയുന്നത്? അവിടെ പോയി നമ്മൾ മലയാളത്തിലാണോ സംസാരിക്കുന്നത്? അല്ല, ഇംഗ്ലീഷിലാണ് അല്ലെ? ഓക്കെ, അപ്പൊ മിനിമം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെങ്കിലും ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. പാർട്ട് ടൈം ജോലി ചെയ്യുമ്പോൾ നമ്മുടെ പ്ലസ് പോയിന്റ് എന്താണ്? നമുക്ക് കൺട്രിയുമായിട്ട് അഡാപ്റ്റഡ് ആകാൻ പറ്റും അല്ലെ? അവരുടെ കൾച്ചറുമായിട്ട് അതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് ധാരാളം കണക്ഷൻസ് കിട്ടും, ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ലാംഗ്വേജ് കുറെ ഇംപ്രൂവ് ആവും. മീൻസ് ഇവിടുന്ന് ഒരു 6.5 കയറി പോകുന്ന ഒരാള് അവിടെ ചെന്ന് 1 ഇയറിന്റെ പാർട്ട് ടൈം ജോലി കഴിയുമ്പോഴത്തേക്ക് മിനിമം 7 റേറ്റിലെങ്കിലും എത്തിയിരിക്കും. അതായത് IELTS ബാൻഡ് ഒരു 7 ബാൻഡിൽ കിട്ടുന്ന അത്രയും ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ന്യൂസിലാൻഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ അടുത്ത് കൗൺസിലേഴ്സ് പറഞ്ഞൊരു കാര്യം ഉണ്ടാവും, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൺട്രി അല്ലെ? കേട്ടിട്ടുണ്ടോ? അതെ, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന ഒരു കൺട്രിയാണ് ന്യൂസിലാൻഡ്. വളരെ മനോഹരമാണ്. അതുപോലെ ഫ്രഷ് എയർ ആണ്. ഫ്രഷ് എയർ ഇതൊക്കെ സത്യമാണോ? പോയി എക്സ്പീരിയൻസ് ചെയ്യാനിരിക്കുകയല്ലേ? ക്വാളിറ്റി ലൈഫാണ്. ദ മോസ്റ്റ് പീസ്ഫുൾ കൺട്രി ഇൻ ദ വേൾഡ്.
ക്രൈം റേറ്റ് 0 ആണ്. ക്രൈം റേറ്റ് 0 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ എത്രയുണ്ട്, കേരളത്തിൽ എത്രയുണ്ട് ക്രൈം റേറ്റ്? ഇനി ഐഡിയ? 20, 30, 40, 50. നമുക്കിവിടെ എത്ര പെർസെന്റേജ് ആണ് സംവരണമുള്ളത് എന്ന് പറഞ്ഞു? നമ്മുടെ ഇവിടെ സ്ത്രീകൾക്ക് എത്ര പെർസെന്റേജ് സംവരണം, മീൻസ് വനിതാ സംവരണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്? 30 ആണോ 33 ആണോ? 33% സംവരണമുണ്ട്. ഇവിടെ നിൽക്കുന്ന പെൺകുട്ടികൾ ഒരു കാര്യം ഓർത്തോളൂ, ന്യൂസിലാൻഡിൽ ചെന്ന ഈ സംവരണം ഒന്നും കിട്ടത്തില്ല. അവിടെ സംവരണം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. നിങ്ങൾ ഏത് നാട്ടുകാരനായിക്കോട്ടെ, ഏത് ഭാഷകാരനായിക്കോട്ടെ, നിങ്ങൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, എന്റെ പ്രൊഫഷൻ ആയിക്കോട്ടെ, യു വോണ്ട് ഗെറ്റ് എനി റിസർവേഷൻ. ഓക്കെ, അവിടെ ഒരു റിസർവേഷനും കിട്ടത്തില്ല. ആരാണോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, അച്ഛൻ ആദ്യം പറഞ്ഞു നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, എന്ത് ജോലി ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ്. നമുക്ക് കഴിഞ്ഞാൽ യെസ് യു വിൽ ഗെറ്റ് ദ ജോബ്. പെർഫോം ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഞാൻ M.Tech IT ആണ്, അതിന്റെ കൂടെ എനിക്കൊരു MBA ഉണ്ട്, പ്ലസ് ഒരു MIM ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റർവ്യൂ ബോർഡിന്റെ ഫ്രണ്ടിൽ പോയിരുന്നു. ജോലി കിട്ടോ? ഇല്ല. കാരണം എനിക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലേ, എനിക്ക് എന്തൊക്കെ അറിയാമെന്നുള്ളത് അവരുടെ അടുത്ത്, എന്റെ കാര്യങ്ങൾ അവരുടെ അടുത്ത് എനിക്ക്, അതായത് എന്നെ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ? ഇതൊക്കെയാണ് ഞാൻ. യെസ് സർ, നിങ്ങളുടെ കമ്പനിക്ക് ഞാൻ ഇന്ന രീതിയിൽ ഉപകാരപ്രദമാകും, അല്ലെ നിങ്ങളുടെ കമ്പനി ഞാൻ ഇന്ന രീതിയിൽ പ്രോഫിറ്റബിൾ ആക്കും എന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയാൻ കഴിയണം. അങ്ങനെ ഒരു കഴിവില്ലാത്ത ഒരാൾ ഏതെങ്കിലും ഒരു എംപ്ലോയർ സെലക്ട് ചെയ്യുക ഉറപ്പിക്കണം ഇല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പൊ അതും ഇവിടുന്ന് ഡെവലപ്പ് ചെയ്യാം. എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം? IELTS ഉണ്ട്, സമ്മതിച്ചു. എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം? ഇംഗ്ലീഷ് പേപ്പേഴ്സ് ഇപ്പോഴും റീഡ് ചെയ്ത് തുടങ്ങിയോളും. പലരും റീഡ് ചെയ്യാറില്ല, അറിയാം, പക്ഷെ റീഡ് ചെയ്യണം. അതായത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ വാക്കുകൾ അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റീഡ് ചെയ്ത് തുടങ്ങണം. അതിൽ നിന്ന് നമുക്കൊരു പേപ്പറിൽ നിന്ന് കുറെ പുതിയ പുതിയ വാക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ടോ? എല്ലാരും കാണാറുണ്ടോ? എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലെ? എങ്ങനെ മനസ്സിലാക്കുന്ന കൊള്ളാം? സബ് ടൈറ്റിൽ കാണിച്ചിട്ട് ആ പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ഇംഗ്ലീഷ് മൂവീസ് കണ്ടോളൂ, ധാരാളം കണ്ടോളൂ, പക്ഷെങ്കിൽ അത് ലിസൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അങ്ങനെ ലിസൺ ചെയ്ത് തുടങ്ങിയാലുള്ള പ്ലസ് പോയിന്റ് എന്താണ്? യെസ്, അവിടെ ചെന്ന് ഫോറിനർ എന്തെങ്കിലും പറയുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ സർ, പാർഡൻ മീ സർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴും അവർ പറയുന്ന സ്ലാങ് ഒക്കെ മീൻസ് ഇതൊക്കെ നമുക്ക് നമ്മളെ സ്വയം ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, അച്ഛൻ പറഞ്ഞ ഒരു സ്കില്ല് നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യാവുന്ന ഓരോ കാര്യങ്ങളാണ്. ഓക്കെ ഓക്കെ ശരി. അപ്പം ഇന്നു മുതൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്. അതായത് വാട്സപ്പിൽ എല്ലാവർക്കും വാട്സപ്പ് ഉണ്ടല്ലേ? ഉണ്ടോ? വാട്സപ്പിൽ എങ്ങനെയാ മെസ്സേജ് ഇടുന്നത്? മംഗ്ലീഷ് അല്ലേ? ചേട്ടാ, ഡാ, ദേ വന്നു, ഞാൻ പിന്നെ വരാം, ഇതൊക്കെയാണോ? അതൊക്കെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തോ, വാട്സപ്പ് ചെയ്തോ, എല്ലാവരും മെസ്സേജ് അയച്ചോ. പക്ഷെ അതൊക്കെ ഇംഗ്ലീഷിൽ പ്രോപ്പർ ഇംഗ്ലീഷിലാക്കിക്കോളും, നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവും. ഗുഡ് മോർണിംഗ്. ഷാർട്ട് 0 1 ആയി. ഓക്കെ, എനിക്ക് ഒരു കാര്യം, നിങ്ങൾ 2 സെഷൻസ് എക്സ്പീരിയൻസ് ആയിട്ട് 42 രാജ്യങ്ങളോളം വിസിറ്റ് ചെയ്യുകയും അവിടെ യൂണിവേഴ്സിറ്റികളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കാണുകയും സംസാരിക്കുകയും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ഒത്തിരി കുട്ടികളെ ഇവിടെ നിന്ന് ഏറ്റുവിടുകയും ഈവൻ സിവിൽ സർവീസസ് അക്കാഡമി വരെ ഇവിടെ കൊച്ചിയിൽ കൊണ്ടുവരികയും ചെയ്ത ഫാദർ ജോസിനെ പോലുള്ള ആൾക്കാർ നിങ്ങളോട് സംസാരിച്ചു. അപ്പൊ ഒത്തിരി കാര്യങ്ങളെ പറ്റി നിങ്ങൾക്കൊരു കാഴ്ചപ്പാട്, റിയൽ അവയർനെസ് അദ്ദേഹം തന്നു. പിന്നെ CBIP അതിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ അതിന്റെ ലീഗൽ ടെക്നിക്കാലിറ്റീസ് അതിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ ശരിക്കും ബോറടിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പലരുടെയും മുഖത്തുനിന്ന് പലരുടെയും മൊബൈൽസ് പറയുകയാണെങ്കിലും ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്ത് നിങ്ങൾ പുറത്തു പോകുന്നു. ഐ ഡു അഗ്രി, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഞാനൊരു റിക്വസ്റ്റ്, റിയൽ ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാർ ഇവിടെ തൊട്ട് ജസ്റ്റ് ഒന്ന് എണീറ്റ് നിന്നിട്ട് 1 2 എന്ന് ഒന്നെടുക്കണം. എല്ലാവരും എണീക്കണ്ട, ഒരാൾ എണീറ്റ് 1 2 3 അങ്ങനെ എനിക്ക് എത്ര ആളുണ്ടെന്ന് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാൻ കൂടി. പ്ലീസ്. താങ്ക് യു സോ മച്ച്. ഇപ്പോ ഞാൻ ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞാലും
ഈ കസേര മടക്കി എന്റെ തലക്കെട്ട് അടിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ട്. ജന്മനാല് നമ്മുടെ നാട്ടുകാർക്ക് പറയും തന്തയ്ക്ക് എനിക്ക് സ്വഭാവം എന്ന് പറയും. ഇപ്പൊ ഞാൻ വക്കീലാണ് ഹൈക്കോടതിയിൽ. ഇത് കൂടാതെ പിന്നെ എന്റെ ഈ ഭാഷയ്ക്ക് ചില വ്യത്യാസങ്ങളായത് ഞാൻ ഈ ന്യൂസിലൻഡിൽ കുറച്ചാണ് ജയിലറായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ അവിടെ കള്ളന്മാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷൻസ് ജയിലറായിരുന്നുകൊണ്ട് ഈ 100, 140, 180 ഒക്കെ കിലോയുള്ള WF-ലെ ആൾക്കാരെ പോലെ കിടക്കണമായിരുന്നു. ഈ ഫോട്ടോയും കാണിച്ചത്. അപ്പൊ അമാരെയാണ് ഞാൻ ഡീൽ ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ട് ഈ 90 കിലോ മാത്രമുള്ള ഞാൻ 140, 180, 220 കിലോ ഉള്ള മനുഷ്യൻ വരെ എന്നെ തന്നെ. ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ പോകുന്ന നേഴ്സുമാർ ചെന്നാൽ അവിടെ കിടക്കുന്ന കട്ടിൽ വളഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരേ പാവം മെലിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ കിട്ടാണ്ട് സങ്കടപ്പെട്ട് കിടക്കുന്ന രോഗികള് കിടന്നേ ഈ കട്ടിലിങ്ങനെ വളഞ്ഞു 300 കിലോ 400 കിലോയൊക്കെ ഉള്ളൂ ചിലർ. അപ്പൊ അവരെയൊക്കെ മറിച്ച് കിടത്താൻ വേണ്ടിയാണ് 30 കിലോ ഉള്ള നമ്മുടെ നേഴ്സുമാർ ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്രയാവും. ഒരു കാലെടുത്ത് ഇപ്പുറത്തേക്ക് ഇടണമെങ്കിൽ ഈ കൊച്ചിന്റെ നടുവ് 3 പ്രാവശ്യം മിന്നും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ ഭാഷയും ശൈലിയും ഇതുവരെ കണ്ടതിൽ ഇച്ചിരി വ്യത്യാസമായിരുന്നു. ഇവർ രണ്ടുപേരും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ദയവേത് പ്ലീസ് ബെയർ. എവിടെയെങ്കിലും ഞാൻ അതിര് കിടക്കുകയോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒഫൻഡഡ് ആയിട്ട് തോന്നുകയോ ചെയ്യുക, നിങ്ങൾക്ക് എന്നെ തല്ല, ഞാൻ പോകണം. ഇപ്പോ ഇവിടെ നിന്ന് നമ്മള് നമ്പർ എടുക്കാൻ പറഞ്ഞു. ഞാനിവിടുത്തെ പല CBSE, ICSE കോളേജുകളില്, സ്കൂളുകളില്, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, മെഡിക്കൽ കോളേജുകളൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. പേരന്റ് ഓറിയന്റേഷൻ, സ്റ്റുഡന്റ് ഓറിയന്റേഷൻ. പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടത് ഇത്രയും കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു, ഈ മാഡം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവിടുന്ന് പോയ വഴിയിൽ 112 വരെ എണ്ണിപ്പോ ഒരു 10-20 സ്ഥലത്ത് സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് ഉണ്ടായിരുന്നു. ഒന്നുകിൽ അവര് ഇടയ്ക്കൊന്ന് ഒച്ച കുറച്ചു, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വന്നു, അല്ലെങ്കിൽ അവിടെ ഒന്ന് എണീക്കണോ വേണ്ടെന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് ഓരോരുത്തരും എണീറ്റ് നിന്ന് പറയണം. ഇത് എണീറ്റില്ല. പ്രായമായവരും എന്നെക്കാളും എനിക്ക് 52 വയസ്സായി. എന്റെ അപ്പന് 90 വയസ്സായി. ഇപ്പോഴും സ്റ്റിൽ ലിവിംഗ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഓൾമൈറ്റി. മൈ മദർ ഈസ് 84. ഓക്കെ, ഫോർഗെറ്റ് ഇറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആ അജിലിറ്റി, ആറ്റിറ്റ്യൂഡ്, ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞു, അപ്പൊ എണീക്കണോ വേണ്ട, എണിച്ചല്ലോ തന്നെ ഇയാൾ എന്നെ തൊഴിക്കുക, അത് കയ്യെ രണ്ടു വിടും, അത് ഇറക്കി വിടും. This again comes to the real attitude. അപ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ പലയിടത്തും 1ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല, കാറ്റിൽസാണ് മാത്രം, വേദോപദേശം. അവരോട് ഇവിടെ നോക്കാൻ എന്താ അജിലിറ്റി എന്നറിയും, ചാടി എണീറ്റ് എന്താ പറ്റണോ. ഇപ്പൊ പരസ്യം കേൾക്കാറില്ല, നിങ്ങൾക്ക് എന്ത് പറ്റും, ചിലയിടത്ത് ചാടി ചിലയിടത്ത് പോകാം അല്ലേ? ആ കണ്ടില്ലേ? അപ്പോ എന്താ നമുക്ക് എന്താ പറ്റി? What happened to you? And what happened to us, including me? Okay, forget it. So, candidates മാത്രം ചിന്തിക്കാമോ? ഇനി തെറ്റാണ്. Candidates മാത്രം, parents, relatives, husbands, spouses, no. Why candidates? Please. നമ്പർ എടുക്കുന്ന ആളെ ഇരിക്കുക. Excellent. Thank you. ഇത് നോക്കിക്കോ. സമ്മതമല്ലോ. എനിയോ. അപ്പൊ ഞാൻ ഏൽപ്പിച്ചത് ഒന്ന് ഉറക്കം പോകാൻ, രണ്ട് ആ ഉറക്ക ചെറുതായി മുലയിപ്പൊന്ന് മാറാൻ. ഇത് കഴിഞ്ഞ പിന്നെ ഇയാൾ ഏതൊരു പിശാചി വിളിച്ചോണ്ടാണ് അങ്ങനെ വിചാരിച്ചാലും കിട്ടിയിട്ട് ഉറക്കം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് 2 ചോദ്യങ്ങൾ ചോദിക്കാൻ പോകും. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾക്കൊരു സഞ്ചി കിട്ടി പറഞ്ഞപ്പോലെ ഞാൻ ഇവരുണ്ട് കൊച്ചാക്കുക നാളെ ഒന്നും വിചാരിക്കുന്നു. സത്യസന്ധമായിട്ട് ചങ്കത്ത് കൈവച്ച് വേണം ചെയ്യാൻ. ഞാൻ എനിക്ക് നോക്കാൻ പറ്റില്ല, സോറി കേട്ടോ, വീട്ടിൽ നോക്കിക്കോ, അല്ലെങ്കിൽ പിന്നെ നോക്കിക്കോ എന്ന് ചിന്തിച്ച് ഇതിലൊക്കെ ആരെങ്കിലും ഉണ്ടോ? താങ്ക് യു. കാട്ടിൽ രാവിലെ മാൻ കിടന്നോ? ഡിയർ മൈ ഡിയർ അല്ല, വെറും ഡിയർ, DWR. ഓക്കെ, ഈ മാൻ രാവിലെ എണീക്കും. എന്നിട്ട് കാട്ടിലൂടെ ഈ സാധനം ഓട്ടം നോക്കും. Okay, so a deer wakes up in the morning and start running. Why? Like ഒഫിയാണ് എന്നായിരുന്നു ഇവിടെ പറയുന്നുണ്ട്. ഒരു മാൻ ഇങ്ങനെ വായുവിൽ നിൽക്കുന്ന ഭാഗം പറന്നിങ്ങനെ നീങ്ങൊണ്ടിരിക്കും. എന്നോട് why does a deer runs in the morning? എന്തുകൊണ്ടാണ് ഒരു
മാൻകുട്ടി അല്ലെങ്കിൽ മാനുകൾ കാട്ടിലെ മാനുകൾ രാവിലെ എണീറ്റ് ഇങ്ങനെ ഓട്ടം തുടങ്ങണം. എന്തുകൊണ്ടാണ്? പ്രശ്നമായി, മൊത്തം പ്രശ്നമായി. IT-യുടെ കാര്യങ്ങളോ റോക്കറ്റ് സയൻസ് ഒക്കെ ചോദിക്കുകയായിരുന്നു. ഇയാളുടെ മൂക്ക് ഞാൻ പറിച്ച് ഇച്ഛ അവതരിപ്പിച്ചത്. ഈ ചെറിയ 1ാം ക്ലാസ്സിലെ ചോദ്യമാണ്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറയാം. Why every day in the forest deers wake up? It's inevitable. Nothing has happened in this world without having a change. ആര് പറഞ്ഞെന്നറിയോ? അലക്സാണ്ടർ പോൾ. So he said that. ഒരു മാറ്റത്തിലൂടെ ഇല്ലാതെ ലോകത്തിലൊന്നും പുതിയത് സൃഷ്ടിക്കപ്പെടുന്നില്ല. അപ്പൊ മാറ്റമില്ലാതെ മറ്റൊന്നുമില്ല. അപ്പോ it happens. അതിന്റെ സ്പീഡ് ട്രമൻഡസ് ആണ്. It's beyond our control. അപ്പോ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അമൂല്യമാണെന്ന് കരുതി പൊത്തിപ്പിടിച്ചു വെച്ചേക്കുന്ന ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു PhD, it may not be helpful in the needy hours. ഈ സത്യം നിങ്ങളൊന്ന് തിരിച്ചറിയിക്കാൻ വേണ്ടി ഞാനത് കാണിച്ചു. ഇത് ഞാൻ ഉണ്ടാക്കിയതൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ I can send all these PPT to your emails if you need. Anyone needs? You feel so? I get. Yeah. So നിങ്ങൾ സത്യം ഒന്ന് തിരിച്ചറിയണം. നമ്മുടെ കാരണന്മാർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല, അവർ നെറ്റിലൊന്നും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോ ഈ ഒരു ഫാക്ട് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ മുന്നോട്ട് പഠനത്തിന് വേണ്ടി പോകാൻ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രി ആയ ഇന്ത്യയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നേഴ്സുമാരുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം അവരാണ് സാധാരണ ഗൾഫിൽ പോയി കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി അതിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലൊന്ന് 3-4 പിള്ളേരുമായി ഒരു വലിയ വീടൊക്കെ വെച്ചു. അതിന് നല്ലരുത്. ഞാൻ ആദ്യം പറഞ്ഞു, ഒരു പട്ടിയെയൊക്കെ വെച്ചു 2 പട്ടിക്കൂടൊക്കെ ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളൊക്കെ കാശൊക്കെ ഇഷ്ടം പോലെ. ഇത് കഴിഞ്ഞപ്പോ പിന്നെ കാശൊക്കെ തീർന്നു. എന്നാൽ പിന്നെ ഒന്നും ജോലിക്ക് പോയാലും അറിയും ഏത് 10 കൊല്ലം കഴിഞ്ഞു. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു രാജ്യത്തും പ്രൊഫഷണൽ ഡിഗ്രി, ബി മെഡിസിൻ, എഞ്ചിനീയറിംഗ് ഓർ പാരാമെഡിക്കൽസ്, എന്തുകൊണ്ട് നഴ്സിംഗ് എന്താണ്, അതിന്റെ 5 കൊല്ലം അതിനധികമോ മാറി നിന്നാൽ, പ്രൊഫഷനിൽ നിന്ന് വിട്ടു നിന്നാൽ, they should come back and do the competency assessment. Agree? In any of these countries except India. അപ്പൊ ഈ 10 കൊല്ലം ഇനി കഴിഞ്ഞ ഞാൻ പറഞ്ഞൊരു വിഷയം, കഴിഞ്ഞ ഞാൻ കണ്ട ഒരു പെങ്കൊച്ചി, ഞാൻ തിരിപ്പുണ്ടോന്ന് എനിക്കറിയാമെങ്കിൽ ഇതൊരു പറയുന്നത്, 6 പേർ വെച്ച് 6 പിള്ളേരാക്കി കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഇപ്പൊ 49 വയസ്സ് കഴിഞ്ഞു. ഇനി എനിക്കൊന്ന് പോണം. അപ്പൊ എത്ര കൊല്ലം ജോലി ചെയ്തത്? ഒരു 14 കൊല്ലം. 14 കൊല്ലമായിട്ട് അപ്പൊ ഈ പ്രസവം കഴിഞ്ഞാൽ ഒരു കൊല്ലത്ത് പഠിക്കപ്പെട്ടില്ല. ഈ 14 കൊല്ലം കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് IELTS ഇല്ലാണ്ട് പോകാൻ പറ്റുന്ന രാജ്യമാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഒരു എക്സ്പീരിയൻസ് അത് ഞാൻ ഉണ്ടാക്കിക്കോളാം. അപ്പൊ എക്സ്പീരിയൻസ് പോണ്ട. എന്നിട്ട് അവിടെ പോയിട്ട് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വേണം എന്റെ തലയിൽ ചെവി ഞാൻ എന്റെ ഓഫീസിനെതിരെ കേസ് കൊടുക്കാൻ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹൈജീനിറ്റി ഇൻ ആൻ ഓപ്പറേഷൻ തിയേറ്റർ? എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അൺഫോർച്ചുനേറ്റ്ലി ഐ വാസ് ഓൾസോ വെരി ഇന്ത്യൻ. ഞാൻ വിട്ടൊരു കുട്ടിയാണ് ഓപ്പറേഷന്റെ സിംഗിൾ കാത്തിട്ടു. അപ്പൊ ഹൈജീനിറ്റി ലെവൽ അവിടെ കിടന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഉച്ച കഴിഞ്ഞുള്ള പ്രീഡിപ്പാർട്ട് സെമിനാർ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട്. അത് വേറെ ആളെ എടുക്കുന്നത്, എന്റെ അതെല്ലാം പോയിന്റ് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞോളൂ, ഇപ്പൊ നമ്മൾ അപ്ഡേറ്റ് ആയിരുന്നു, അപ്സ്കിൽഡ് ആയിരുന്നു. ഞാൻ ഒത്തിരി സമയം നീക്കുന്നില്ല, സമയം പോകുന്നു. कुछ करो ना। मेहमान जाके क्या उखाड़ूंगा? जाने बूंदे आए, जाने कैसा दर्द लाए, सामने क्या है ये तेरे, क्यों रुका है तू बता दे. So I prefer it would be an investment. ഒരു തെങ്ങ് നടുന്നു, ഒരു റബ്ബർ വയ്ക്കുന്നു,
അല്ലെങ്കിൽ എവിടെയെങ്കിലും ബാങ്കിൽ ഇടുന്നത് പോലെ തന്നെയാണത്. അതിനേക്കാൾ 10,000 ഇരട്ടി മുകളിലാണ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, കൊണ്ടുപോകില്ല ചോരന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഉണ്ട്. Live as if you were to die tomorrow. Live as if you were to die tomorrow. നാളെ മരിക്കും എന്നതുപോലെ ചിന്തിച്ച് ജീവിക്കുക. But learn as if you were to live forever. ഈ ഭൂമി അവസാനിച്ചാലും ഞാൻ അവസാനിക്കുന്നില്ല, ഞാൻ മരിക്കില്ല എന്ന ചിന്തയോടെ കൂടി വേണം നിങ്ങൾ പഠിക്കാൻ. So education, it's an ongoing process. It will take you to the real success and never ever give up in between. Don't think you are a PhD, you have got many options again, a postdoctoral or anything else that will take you to the top of the world. So never ever give up your education. The attitude should be in that way. Thank you. ഇല്ല, കുറച്ച് മോറലിംഗ് നമുക്ക് കുറച്ച് മോറൽ ബുക്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇതിന്റെ അകത്തില് ഇപ്പൊ നമ്മുടെ ടൈം ഒത്തിരി ആയിട്ടുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട്. വിസ കിട്ടിയിരിക്കുന്നവർ അല്ലെങ്കിൽ വിസ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നവര്, വിസ പ്രോസസ്സിംഗിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രീ ഡിപ്പാർച്ചർ സെമിനാർ കൊടുക്കുന്നുണ്ട്. അവർക്ക് നമുക്ക് 30 minutes ആണ് ഫുഡ് കഴിക്കാനുള്ളത്. ഇതിൽ പ്രീ ഡിപ്പാർച്ചർ അറ്റൻഡ് ചെയ്യുന്നവർ മാത്രം 1 hour ആണ് പ്രീ ഡിപ്പാർച്ചർ സെഷൻ. പ്രീ ഡിപ്പാർച്ചർ അറ്റൻഡ് ചെയ്യുന്നവർ